ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ റിക്കവർ ചെയ്യാൻ പോകുന്ന മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ട്രക്കാണ് ഗൈസ്. അതായത് ആ ഒരു ട്രക്ക് ഒരു കാട്ടിൽ നശിച്ച് കിടക്കുകയാണ് ഗൈസ്. നമ്മൾ അതിന്ന് പോയി തൂക്കി അത് മുഴുവൻ റിക്കവർ ചെയ്തിട്ട് ഗൈസ് നമ്മൾ അതിൻ്റെ ട്രാക്ക് ടെസ്റ്റുകൾ നടത്തുന്നത്. അതായത് നമ്മുടെ സെയിം ഒരു ട്രാക്ക് ഉണ്ടല്ലോ, നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ട്രാക്ക്, അവിടെ കൊണ്ടുപോയിട്ട് ആ വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറുമെന്ന് നോക്കാം ഗൈസ്. എന്തായാലും ട്രക്കാണ്, നമുക്ക് വണ്ടി കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. അതിനെന്തായാലും നമ്മൾ പോകുന്നത്, അതായത് ആ ഒരു കാട്ടിലേക്ക് നമ്മൾ പോകാൻ എടുത്തിരിക്കുന്ന വണ്ടി ഇവനെയാണ് ഗൈസ്. അതായത് ഇത് വോൾസ്വാഗൻ്റെ ഗോൾഫ് R എന്ന് പറഞ്ഞൊരു എനിക്ക് 2014 മോഡലാണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഗൈസ്. അതായത് ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കാൻ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പുള്ളി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോളോ കൊണ്ടുവരണമെന്ന് ഗൈസ്. എന്തായാലും നമ്മുടെ പോളോ ഇല്ലായിരുന്നു, അതിന് പകരം നമ്മൾ ഇതങ്ങോട്ട് ഇതെടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനത്തെ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നമ്മൾ ഇറക്കിയതാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് കുറച്ച് ഫീച്ചേഴ്സൊന്നും നമ്മുടെ ഇതിൽ കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്റ്റീമിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. പക്ഷേ എനിക്കെന്തോ കുറച്ച് ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അതെന്താണെന്നൊരു പിടിയില്ല. അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡീലിസ്റ്റ് ചെയ്യാൻ പോകാൻ തോന്നുന്നു ഗെയിം, അതുകൊണ്ടായിരിക്കാം ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വണ്ടിയാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നുള്ളൂ, മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ കാട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിത് കാട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് വണ്ടി ഇവിടെ ഇടാം, നമുക്ക് ഇട്ടിട്ട് അങ്ങോട്ട് നടന്നൊക്കെ അങ്ങോട്ട് പോകാം ഗൈസ്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ നടക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം ഗൈസ്. അതായത് എവിടെയോ നമ്മുടെ വണ്ടി കിടപ്പുണ്ടെന്നാണ് നമ്മളൊരു അറിവ് ഗൈസ്. എന്തായാലും നോക്കാം, അങ്ങോട്ട് നോക്കാം ഗൈസ്. അവിടെ കണ്ട് അതാണ് തോന്നുന്നു, എനിക്കത്ര ഉറപ്പില്ല ഗൈസ്. അതാണെന്ന് തോന്നുന്നു ഗൈസ്. ദേ നമ്മുടെ ആ ഒരു ബെൻസ് കിടക്കുന്നത് ഗൈസ്. വണ്ടി അത്യാവശ്യം പോയി കിടക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ വണ്ടി കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് ഗൈസ്. അതായത് ഇവനെയാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ളത് ഗൈസ്. എന്തായാലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും. നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം നമുക്ക് വണ്ടിക്കകത്ത് സ്റ്റാർട്ട് ആവുന്നുണ്ടോ നോക്കാവേ. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവുമായിരിക്കും ഗൈസ്. നമ്മളെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. കുഴപ്പമൊന്നുമില്ല, റേസ് ചെയ്യുമ്പോൾ ഒക്കെ സീനൊന്നും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവനെ ഈ കാട്ടിൽ നിന്ന് എടുത്തിട്ട് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോകണം ഗൈസ്. നമ്മുടെ ഗ്യാരേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ എല്ലാ വണ്ടിയും കൊണ്ടുവന്നിട്ട് എല്ലാ വണ്ടി ഇട്ട് പണിത് സെറ്റാക്കി ഇറക്കുന്നത്. വേറെ എങ്ങും അല്ല ഗൈസ്, നമ്മുടെ വീടിൻ്റെ പുറയിലിട്ടാണ് ഗൈസ്. ഇത് വീടിൻ്റെ പുറയിലിട്ട് കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നോക്കാം ഗൈസ്. വണ്ടി അത്യാവശ്യം നശിച്ച് കിടക്കുകയാണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം. സ്നോയൊക്കെ പിടിച്ച് സെറ്റ് ഇതായിട്ട് നശിച്ച് കുത്തി കിടക്കുകയാണ് ഗൈസ്. നമ്മൾ വണ്ടി ഓണായത് തന്നെ കാര്യമായിട്ടാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് കട്ടുണ്ട്, അതുവഴിയൊക്കെ കയറി കൊണ്ടുപോകാം ഗൈസ്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഒത്തിരി ലെങ്ത്ത് വരാതെ മാക്സിമം നമ്മൾ ഷോർട്ടാക്കി സെറ്റായിട്ട് എടുക്കാം ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഗൈസ്, നമ്മൾ ഒന്നുകൂടെ ഇത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വ്യൂസൊക്കെ ഇടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാറൊക്കെയുണ്ട്. പക്ഷേ ഗൈസ് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒട്ടും ഇല്ല. അത് ഒട്ടും ഇല്ല ഗൈസ്, സംഭവം ഒട്ടും ഇല്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗൈസ്. നമ്മുടെ റീച്ചും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഗൈസ്. നമ്മുടെ ചാനൽ റീച്ചായി കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ആയിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നിങ്ങൾ അതിന് മാത്രം റീച്ചാക്കാൻ നോക്കുക, പ്രാർത്ഥിക്കുക ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്. നമ്മുടെ വണ്ടി അത്യാവശ്യം തുരുമ്പ് പിടിച്ച് ഇതായിട്ടൊക്കെ കിടക്കുകയാണ്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാക്കി ചെയ്യാം ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവുന്ന ഒരു സംശയമുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഹാൻഡിലിങ് സൈഡ് പിടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. വണ്ടി സൈഡ് പിടിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന പോലെയല്ല, നല്ല രീതിയിൽ സൈഡ് പിടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, വണ്ടി തിരിഞ്ഞങ്ങോട്ടൊന്നും വരുന്നില്ല, തിരിഞ്ഞു വന്നതേ പോകുന്നു ഗൈസ്. വണ്ടി അത്യാവശ്യം സീനാണ്, ഹാൻഡിലിംഗ് ഒക്കെ സീന ഗൈസ്. ഇപ്പം ഞാൻ വണ്ടി തിരിക്കുന്നേ ഇല്ല, നേരെ വിട്ടേക്കാണ് ഗൈസ്. വണ്ടി തന്നെ സൈഡ് പിടിച്ചു പോവാണ്. സാധാരണ നമ്മൾ പോകുമ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്, ഇതെന്ത് ഇങ്ങോട്ട് വരുന്നത് എനിക്കൊരു പിടിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, കുറേ ഷോർട്ട് കട്ട് കയറാറുണ്ട് ഗൈസ്. അതായത് കുറേ കാട്ടിക്കൂടൊക്കെ കയറ്റി വേണം കൊണ്ട് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആകും ഗൈസ്.
ഗൈസ് ഇതേ നമ്മൾക്ക് ഇനി ഏകദേശം ഒരു 200 കിലോമീറ്ററൂടെ ഉള്ളൂ, മീറ്ററൂടെ ഉള്ളൂ ഗൈസ്. വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയാണ്. ഡ്രിഫ്റ്റൊക്കെ നടന്നു, പക്ഷേ വണ്ടി കയ്യിൽ നിന്ന് പോയി. കാരണം നമ്മുടെ ട്രക്ക് അത്യാവശ്യം വരുന്ന വില വെച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഒരു 4ാമത്തെ ഗിയർ ഒക്കെ ഇട്ടൊരു 60-70 കിലോമീറ്ററിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ഗൈസ് വന്നേ. നമ്മളെ വണ്ടി പോയതായിരുന്നു. പിന്നെ ഗൈസ് വണ്ടി എന്ത് ഓടി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ സീനൊന്നും ഇല്ല, ഓടി കയറി വരണം. പക്ഷേ ഗൈസ് അങ്ങനത്തെ ഒരു സീനുണ്ട്, അത്ര ഉള്ളൊരു സീനെന്ന് പറയാൻ ഗൈസ്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇടിച്ച് കയറ്റിയിട്ടേ എന്ന് വേറെ കാര്യമുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ. ഗൈസ് ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ ഇടാം. ഇനി നമുക്ക് വണ്ടി പണി തുടങ്ങാം ഗൈസ്. ഇതാണ് നമ്മൾ പണിത വണ്ടി എന്ന് പറയുന്നത്. കിടിലനാക്കിയിട്ടുണ്ട് ഗൈസ്. അതായത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സീനൊന്നും ഇല്ലെന്നാണ് ഗൈസ് എൻ്റെ ഒരു തീരുമാനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഉറപ്പായിട്ടും പറയുക ഗൈസ്. നമ്മൾ സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്, ട്രക്കിനൊക്കെ സ്പോയിലർ വെച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മൾ സീന കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി എൻജിനൊക്കെ പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഗെയിമിൽ പണിയാൻ തന്നേക്കുന്ന സ്പെക്കും കാര്യങ്ങളെല്ലാം നമ്മൾ പണിത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ട്രക്കിൽ. ഗെയിമിൽ ഏത് മാക്സ് ലെവലാക്കിയിട്ടുണ്ട്. ഗെയിമിൽ എത്രയാണോ ട്രക്കിന് തന്നേക്കുന്ന പവർ അത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇനി ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക്. പിന്നെ എന്താ ഗൈസ്, ഗിയർ ടൂണിങ് അറിഞ്ഞൂടാ കേട്ടോ. ടൂണിങ് എത്ര എനിക്ക് വലിയ പിടിയില്ല ഗൈസ്. എന്തായാലും കൊള്ളാം, അത് ടൂണിങ് സെറ്റാക്കണം. ടൂണിങ് ഇനി ശരിക്കും പഠിക്കണം ഗൈസ്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ആ ഒരു സംഭവം ഓർത്തത്. കാരണം ഗൈസ് ഞാൻ പണ്ടൊരു തവണ എക്സ്ബോക്സിൻ്റെ ഗെയിം പാസ് എടുത്ത് കുറച്ച് നാൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ടൂണിങ് എന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ജസ്റ്റ് നിസാൻ GTR എങ്ങനെയായിരുന്നു നമ്മൾ പോൾ വാക്കറിൻ്റെ ഒരു എഡീഷനൊക്കെ അന്ന് എനിക്ക് കിട്ടുമായിരുന്നു. എനിക്ക് ഇന്ന് അൺഅവൈലബിൾ എന്നൊക്കെയാണ് ഗൈസ് കാണിക്കുന്നത്. എന്താണെന്നൊന്നും ഒരു പിടിയില്ല, എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് ഗൈസ്. ആ സമയത്ത് എനിക്ക് സുപ്ര ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ആ സമയത്ത് സാധനം എന്നൊക്കെ പറഞ്ഞില്ലേ ഭയങ്കര പവറായിരുന്നു. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒന്നും പറയില്ല. പക്ഷേ ഗൈസ് അത് എക്സ്ബോക്സും ഇത് സ്റ്റീമിൽ നിന്നുമാണ്. എന്തോ പ്രശ്നമുണ്ട്, സത്യം പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്നൊരു പിടിയില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ ഗൈസ്. എന്താണ്ടൊക്കെ കുഴപ്പങ്ങളുണ്ട്. അത് പോട്ടെ ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മുടെ വണ്ടി അത്യാവശ്യം സെറ്റാണ് ഗൈസ്. 7ാമത്തെ ഗിയർ വരെ കയറിയിട്ടുണ്ട്. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. 160 ഗൈസ്. 8 ഗിയർ ഉണ്ട് കേട്ടോ. 8 ഗിയർ 9 ഗിയർ ഉണ്ടോ ഗൈസ്? 9 ഗിയർ ഉണ്ടോ അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും കൺട്രോൾ ചെയ്യ് ഗൈസ്. ട്രക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൈസ്. അത് പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞുള്ള സീസണിലൂടെ ആയതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഇത്രയും വണ്ടിക്ക് ഗിയറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഗൈസ് അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ സാധനം ഭയങ്കര പാടാ ഗൈസ്. കയ്യിൽ നിന്ന് പോയി, വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഗൈസ്. വളരെ ടാസ്ക് കേട്ടോ. നമ്മൾ ട്രക്ക് ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ, ചില്ലറ സാധനമൊന്നുമല്ല. നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടാണ്. വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല ഗൈസ്. നമ്മൾ ഡ്രിഫ്റ്റൊക്കെ അടിക്കാൻ നോക്കണം ഗൈസ്. കുഴപ്പമില്ല, ഈ ഡ്രിഫ്റ്റ് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഫീലില്ലെന്നാണ് തോന്നിയത്. ഇനി ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഗൈസ്. ഒരു മരത്തിലിരിക്കും ഇപ്പോൾ. ഇല്ല ഗൈസ്, കാര്യമായി. ഒരു മരത്തിൽ ഇടിച്ചില്ല. നമ്മൾ അതിമനോഹരമായി അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങ് കൊണ്ടുവന്നു ഗൈസ്. അതൊന്നും ഒരു സീനേ അല്ലല്ലേ. നമ്മൾ കീച്ചും ഗൈസ്. ഇതേ പോന്നു ഗൈസ്. സൈഡിലത്തെ ആ വണ്ടിയുടെ പെയിൻറ്റ് നമ്മുടെ ഇതിൻ്റെ അറ്റത്തിരിപ്പുണ്ട്. ഇടിച്ചും ഗൈസ്. മരമൊക്കെ പിഴുതുകൊണ്ടാണ് നമ്മൾ ട്രക്കും കൊണ്ട് പോകുന്നത് ഗൈസ്. ട്രക്കൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ സുഖങ്ങളൊക്കെയാണ്. ഇത് ഇടിച്ച് കളയുക, കൊച്ചു വണ്ടി ഇടിച്ച് തെറിപ്പിക്കുക ഗൈസ്. ഇതൊക്കെ ഒരു വേറെ സുഖം തന്നെയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഒന്നും സീനില്ല. ഇതൊക്കെ തിരിയും ഗൈസ്. തിരിയണം ഗൈസ്. ഇനി നമ്മുടെ ട്രാക്കിലേക്ക് ഏകദേശം 3.1 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഗൈസ്. ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൂണിങ്ങിനെ പറ്റിയായിരുന്നു ഗൈസ്. ആ സമയത്ത് ഞാൻ സൂപ്പർ ട്യൂൺ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റായിരുന്നു. അതായത് 8.9 എങ്ങാണ്ട് പവർ ഉണ്ടായിരുന്നു അതിന്. ആ സമയം അത് പണിത് എല്ലാം കൂടെ പണി തരും ശരി. ആ സമയത്ത് 8.9 എങ്ങാണ്ട് പവർ ഉണ്ടായിരുന്നു അതിന് ഗൈസ്. ആ സാധനം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അത് കൈ നിൽക്കത്തില്ല ഗൈസ്. അതാണ് ഹൈലൈറ്റ്. ആ സാധനം കയ്യിലേ നിൽക്കുന്നില്ല. വണ്ടി എന്തോന്ന് ഓക്കെ ഒരു ഇടിയും കൊടുത്ത് ഗൈസ്.
കയ്യിൽ നിന്ന് പോവാ ഗൈസ്. ഇതിൻ്റെ സൗണ്ട് സൂപ്പറല്ലേ അല്ലേ? ഇതിൻ്റെ അകത്തൊരു സൗണ്ട് ഇല്ലേ? ഇല്ലേ, ഉണ്ടല്ലോ. എനിക്ക് കേൾക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും കൊള്ളാം. ആ സമയത്ത് അതിൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സോറി ഗൈസ്, ആ സമയത്ത് അതിൻ്റെ സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവറായിരുന്നു ഗൈസ്. അത് ഞാനെന്ത് ചെയ്ത് അതിന് ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. ടോൺ ചെയ്യുകയോ ഏതാണ്ടൊക്കെ ചെയ്ത് ഗൈസ്, എന്തൊക്കെയോ പണി ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് എല്ലാം ആക്കിയപ്പോൾ നല്ല പവറായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഗെയിം പാസ് തീർന്നു. കാരണം 50 രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് കിട്ടി. ഗെയിം പാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനതെടുത്തത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗെയിം എനിക്ക് വില കുറഞ്ഞൊന്ന് കിട്ടിയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതെടുത്തത് ഗൈസ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഗെയിം എടുക്കുവാണെങ്കിൽ പറയാം ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഗെയിം അണ്ടർ 8 GB താഴെ കളിക്കാൻ പറ്റുന്ന ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. കാരണം 8 GB താഴെ ഉള്ള ഗെയിം കളിക്കാനേ പറ്റത്തുള്ളൂ ഗൈസ്. എൻ്റെ ലാപ്പിൽ ആകെ 8 GB ഉള്ളൂ. അതിൻ്റെ താഴെ കളിക്കാൻ പറ്റുന്ന ഗെയിമേ പറ്റത്തുള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ട്രക്കിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ്. എനിക്ക് ഇതിൻ്റെ റിം ഇഷ്ടപ്പെട്ടു. ട്രക്ക് സെറ്റായിട്ടോ, ട്രക്ക് സീനാ, കാണാൻ ലുക്കാ. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രക്കിൻ്റെ ബാക്കിലായിട്ട് വെയിലടിക്കുന്നുണ്ട് ഗൈസ്. അത് ഈ ഒരു ലൈറ്റ് സെറ്റാണ്. ഈ ഒരു ലൈറ്റ് സീനാണ് ഗൈസ്, ഈ ഒരു ലൈറ്റ്. കാരണം നമ്മൾ ബാക്കിൽ നിന്ന് ആ ഒരു സൺലൈറ്റ്, ആ ഒരു റോഡിൽ റിഫ്ലക്ഷൻ വന്നിട്ട് ആ ടൈപ്പ് ലൈറ്റ് ഇല്ലേ ഗൈസ്, അത് നല്ല രസമുണ്ട് കാണാൻ. ഇത്രയൊക്കെ മതിയല്ലേ? ഇത്രയൊക്കെ മതി ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് കൊടുക്കണ്ടേ, നമുക്ക് ട്രാക്ക് അടിക്കണ്ടേ ഗൈസ്. ഈ ഒരു ട്രാക്ക് അടിക്കണ്ടേ. എത്ര കിലോമീറ്റർ സ്പീഡ് ഗൈസ്? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 കിലോമീറ്റർ സ്പീഡിലും കയറുമായിരിക്കും. അത്രയിലും കയറണം. നമ്മൾ പണിയിൽ അത്രയിലും കയറണം ഗൈസ്. ട്രക്ക് 200 കിലോമീറ്റർ സ്പീഡിലും കയറണം. ഇത് പ്രത്യേകിച്ച് ഈ ഒരു ട്രക്ക് ഗൈസ്. കാരണം നമ്മൾ കുഴപ്പമില്ലാതൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഗൈസ്. കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഗൈസ്. എന്താ ഇത് ഇത്ര സ്പീഡില്ല ഗൈസ്? ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടേന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, 8 ഗിയറേ കാണത്തുള്ളൂ ഗൈസ്. 8 ഗിയറേ ഉള്ളൂ. 218 ഗൈസ്. ഇത് 230 ഗൈസ്. 234 ഗൈസ്. 240 ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും കയറി കേട്ടോ. 250 ഗൈസ്. 251, 52 വലിഞ്ഞ് കയറി കഷ്ടിച്ച് ഗൈസ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കയറി ഗൈസ്. പിന്നെ അതിനേക്കാട്ടിൽ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചു, രണ്ടാമത്തെ ടണൽ കഴിഞ്ഞപ്പോഴേ നമ്മൾ 252 കിലോമീറ്റർ അടിച്ച് ഗൈസ്. രണ്ടാമത്തെ ടണൽ കഴിഞ്ഞപ്പോഴേ. കാരണം നമ്മുടെ ട്രക്കിൻ്റെ പവർ നിങ്ങൾ ഒന്നും ഉദ്ദേശിച്ച് നോക്കുക. ട്രക്കാണ്. അയ്യോ, എന്തോ ഇടിയാടാ എൻ്റെ മോനെ ഗൈസ്. ട്രക്കിന് ഭയങ്കര പവർ കേട്ടോ. അതുകൊണ്ട് അവനെ കൂടെ അങ്ങോട്ട് വെച്ചങ്ങെടുത്ത് ഗൈസ്. എന്തായാലും എന്താണേലും ഇടിച്ച് ട്രാക്ക് അടിച്ച് നമ്മൾ ട്രാക്ക് കഴിഞ്ഞ് ഗൈസ്. ഇത്ര ഉള്ള ട്രാക്ക്, ഇനി എന്തോ ട്രാക്ക് കഴിഞ്ഞില്ലേ? നമ്മൾ സാധാരണ ഇത്ര വലിയ ട്രാക്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആകെ 252 കിലോമീറ്റർ കയറത്തുള്ളൂ. പിന്നെ അത്രയും നമ്മൾ ട്രക്ക് അത്രയൊക്കെ കയറിയാൽ മതി, അതൊക്കെ ധാരാളമാണ്. കാറൊക്കെയാണ് കുറച്ചുകൂടെ വേണം. ട്രക്കൊക്കെ ഇത്ര മതി. നമ്മൾ ഹാപ്പിയാണ്, കുഴപ്പമില്ല ഗൈസ്. എന്തായാലും കൊള്ളാം, അതൊക്കെ മതി. പക്ഷേ ആ ഇടി കേട്ടോ, ഇടിയായിരുന്നു ഗൈസ്. നമ്മൾ പക്ഷേ കാറ് കൊണ്ടുപോകുന്ന പോലെ ട്രക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഗൈസ്. വണ്ടി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നൊക്കെ പോവാണ്. പിന്നെ എന്ത് പറയാനാ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടെ എന്തോ പറയാനാ ഗൈസ്. നമ്മൾ റിംഗ് റോഡിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റോഡ് കഴിഞ്ഞ്, ട്രാക്ക് കഴിഞ്ഞ് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വണ്ടിയാണ് നിങ്ങൾ